ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു സാലഡ് തന്നെയാണ്. അതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡും കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു സാലഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം, അതുപോലെ വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ 1 കപ്പോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ 2 സവാള, പിന്നെ 2 ടൊമാറ്റോ, അതുപോലെ 1 കപ്പ് കക്കിരി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അളവിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടുകയും ഇഷ്ടമില്ലാത്തത് കുറക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് കക്കിരി ആ ഒരു രീതിയിലാണ് എടുത്തത്. അതുപോലെ 2 സവാള, 2 ടൊമാറ്റോ. പിന്നെ ഫ്രൂട്ട്സിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഓൾമോസ്റ്റ് 1.5 കപ്പോളം വരും. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ അളവിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ പോമോഗ്രാനൈറ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച്. അപ്പം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കി. പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമില്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം, അല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ വിനീഗർ, ഒരു 1/4 കപ്പോളം വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില അരിഞ്ഞത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ് കേട്ടോ. പിന്നെ നമ്മളിത് സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് സെർവ് ചെയ്യാൻ നേരത്ത് മുകളിലോട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു പീനട്ട് ഉണ്ടല്ലോ, റോസ്റ്റ് ചെയ്തെടുത്ത ആ ഒരു പീനട്ട് നല്ല ചൂടോടെ മുകളിലോട്ട് ഇട്ട് കൊടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ അത് മുമ്പേ തന്നെ ഇട്ട് വെക്കണ്ട, നമ്മൾ ജസ്റ്റ് സെർവ് ചെയ്യാൻ നേരത്ത് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സെർവ് ചെയ്തിട്ട് ആ ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ടിപ്പ് എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ പറഞ്ഞു തന്നത്, ഷബീബ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പീനട്ട് മുകളിൽ ഇട്ട് കൊടുക്കുന്ന സംഭവം ഞാൻ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു മുമ്പ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്